നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രം വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി നിൽക്കുകയാണ്. വിക്രത്തിന് വേദ പറഞ്ഞൊന്നും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ പറയുന്ന ശ്രീകുമാർ എന്ന് പറഞ്ഞാല് അത് ശ്രീനിവാസന്റെ പെങ്ങളുടെ മകനാന്നുള്ള കാര്യം. അപ്പൊ അയാളാണ് ഈ ചതിക്ക് പിന്നിലെന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്റെ ബാഗിനകത്ത് മയക്കുമരുന്ന് വെക്കാനായിട്ട് വിനയേട്ടന്റെ കൈ കൊടുത്തുവിട്ട അയാളാന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാതെ വിക്രം ചോദിച്ചു, സത്യമാണോ നീ വേദേ പറയണമെന്ന് ചോദിക്കുക. ഞാനിതിന് കള്ളത്തരം പറയണം? അതും മലയ്ക്കും ആ മാലയിട്ട വിക്രസ്വാമിയോട് കള്ളത്തരം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനായിട്ടാ? അപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ? എങ്ങനെയാണ് വിനയേട്ടന്റെ കയ്യിൽ മയക്കുമരുന്ന് വന്നേന്നുള്ള കാര്യം വിനയേട്ടൻ വന്ന് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന്. അതും വിശ്വസിച്ചോണ്ട് ഇത്രയും കാലം വിക്രസ്വാമി ഇരുന്നല്ലേ? അത് പിന്നെ വേദ ഞാൻ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇത്രയും കാലം ശ്രീനിവാസൻ വിക്രസ്വാമി ഉപയോഗിക്കുമായിരുന്നു. അയാൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. ഒരു പക്ഷേങ്കിൽ വിക്രത്തെ കുടുക്കിയില്ലെങ്കിൽ വിക്രം കള്ളത്തരങ്ങളൊക്കെ പൊളിക്കുമെന്നറിയാം. പക്ഷേങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ വിക്രത്തെ രക്ഷിക്കായിരുന്നു. പക്ഷെ അയാൾ ചെയ്തില്ല. അയാൾ വിക്രത്തെ വീണ്ടും കൂട്ടിപ്പിടിക്കുകയോ ചെയ്തേ. അന്നും മനഃപൂർവ്വം വിക്രം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാൾ അങ്ങോട്ടേക്ക് വന്നതാണ്. വിക്രത്തെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ വിക്രത്തെ അയാൾ നേടിയെടുത്തു. അയാൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീക്കി വിക്രത്തെ വെച്ച് അയാൾ നേട്ടങ്ങളുണ്ടാക്കി. വിക്രത്തിന് ഗുണ്ടാ പേരും വന്നു കിട്ടി. അതുകൊണ്ട് എന്ന് നേട്ടം ഉണ്ടായി. വിക്രത്തിന്റെ അച്ഛനും അമ്മയ്ക്കും പോയി. ഇത്രയും വർഷക്കാലം അവരെ ഒഴിക്കിയ കണ്ണീരിന് വല്ല കണക്കുണ്ടോ? വിക്രം ജയിലിലായിരുന്ന സമയത്ത് അച്ഛൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയാവോ? ചെയ്യാത്ത തെറ്റിനാണ് വിക്രം പോയി ശിക്ഷ അനുഭവിച്ചത്. ആ സമയത്ത് വിനായകന് വേണ്ടി ചെയ്തേ. എങ്കിലും വിക്രം ഒരിക്കൽ പോലും അത് കൊണ്ടേ വെച്ച ആളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതെല്ലാം ശ്രീനിവാസന്റെ ചതിയായിരുന്നു. അയാളെക്കുറിച്ച് നന്നായിട്ട് അച്ഛനൊക്കെ അറിയായിരുന്നു. മാഷിന് അറിയാവുന്നതുകൊണ്ടാണ് മാഷ് അയാളെ എതിർത്തിരുന്നേ. പക്ഷെ അന്നൊന്നും വിക്രം ഈ പറയുന്ന അച്ഛനോ അമ്മയോ പറയുന്നൊന്നും അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഇപ്പോഴും അയാളുടെ വാക്കുകൾക്കല്ലേ വില കൂടുതൽ കൊടുക്കണേ. അയാളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും തേറാട്ട് ശ്രീധരൻ സാറിന് അറിയാവോ? ഇപ്പോഴും തേറാട്ട് ശ്രീധരൻ സാറ് ശ്രീനിവാസനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. നിയമത്തിന് മുന്നിൽ അയാളെ പോലുള്ള കുറ്റവാളിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. ഇതൊന്നും മനസ്സിലാക്കാതെ അയാൾക്ക് വേണ്ടിയിട്ട് ചാവേറായിട്ട് നടക്കുവാണ് ഇപ്പോഴും വിക്രസ്വാമി. വിക്രത്തിന് വല്ലാത്തൊരു അമ്പരപ്പ. വിക്രം ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. അമ്പയെ തകർന്നു പോയി വിക്രം അവിടെ ഇരിക്കുകയാണ്. ഞാനും വിക്രത്തോടെ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഞാനൊരു കാര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ മുന്നും പിന്നും ഒക്കെ നോക്കും. എനിക്കറിയാം അതിൻ്റെ വരുംവരായികൾ എന്തൊക്കെയാന്ന്. ഈ പറയുന്ന ശ്രീനിവാസനെ തളയ്ക്കാൻ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ വെറുതെ വിടില്ലെന്നും അറിയാം. മിക്കവാറും നാളെ ചിലപ്പോൾ എന്നെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും ഗുണ്ടകളെ വിടുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം കരുതിയാൽ മതി അത് അയാൾ വിട്ട കൊട്ടേഷ സംഘമാണ്. വിക്രത്തെ കൊണ്ട് ചെയ്യിക്കില്ലായിരിക്കും. കാരണം വിക്രസ്വാമി ഇപ്പം എൻ്റെ ഭർത്താവാണല്ലോ, അതുകൊണ്ട് ചെയ്യിക്കില്ലായിരിക്കും. പക്ഷെ മറ്റാരെ കൊണ്ടെങ്കിലും അത് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ടതും വിക്രം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എന്ത് ഉറപ്പ് പറയാൻ പറ്റും? വിക്രം പുറത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിക്രം അയാളോടൊപ്പം നിന്നില്ലെങ്കിൽ അയാൾക്ക് തട്ടുകേട് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വിക്രത്തെ കൂടെ ചേർത്ത് നിർത്തിയ ഇത്രയും വർഷക്കാലം. എന്നിട്ട് പോലും അയാളുടെ ചതിയൊന്നും മനസ്സിലാക്കാനായിട്ട് വിക്രത്തിന് സാധിച്ചില്ലല്ലോ. അയാൾ ശരിക്കും ഒന്നാം തന്നെ ഒരു തരികിടയായിട്ടുള്ള ക്രിമിനലാണ്. അതിനിയെങ്കിലും മനസ്സിലാക്കണം. അയാളുടെ കയ്യിൽ നിന്ന് വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ കിടന്ന് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാലോ. പിന്നെ ഇപ്പം എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, എന്നോടൊപ്പം ഈ കുടുംബത്തിൽ എല്ലാവരും നിൽക്കുന്നുണ്ടെന്ന്. ഞാനിവിടെ വന്ന സമയത്ത് ഞാനൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, വിക്രത്തിന് ഒരിക്കലും അങ്ങനെയും ചെയ്യാൻ പറ്റില്ലെന്ന്. ആ ഒരു ചിന്തയാണ് എന്നെ ഇവിടം വരെ കൊണ്ടു എത്തിച്ചേ, ഇത്രത്തോളം വരെ കാര്യങ്ങൾ എത്തിച്ചേ. ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് വിക്രത്തെ എനിക്ക് അയാളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന്. വിക്രം ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞു, എനിക്കറിയാം ഇപ്പോൾ വിക്രസ്വാമിയുടെ മനസ്സിലുള്ള ടെൻഷൻ എന്താന്ന്. സാരമില്ല, കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദം അങ്ങ് എഴുന്നേറ്റ് പോയി. വിക്രത്തിന് ഉറക്കം വരുമോ? എങ്ങനെ ഉറങ്ങാനായിട്ടാ? ഇത്രയും വലിയ ഒരു ടെൻഷനാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇതൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യങ്ങളായിരുന്നില്ല. അപ്പം തന്നെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ താൻ ശ്രീനിവാസനെതിരെ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ തന്നെ കൂടെ കൂട്ടിയത്? ഒരു പക്ഷേങ്കിൽ താൻ ചിലപ്പോൾ അന്വേഷിച്ചറിഞ്ഞാനും ആ മയക്കുമരുന്ന് എങ്ങനെയാണ് വിനയേട്ടൻ്റെ കൈ എത്തിയെന്നുള്ളത്. അതൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വെറുതെ വിടില്ല അയാളെ. ആ ശ്രീകുമാറിനെ വെറുതെ വിടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വന്ന് ചതിയപ്പെടുത്തി കൊണ്ടുപോയതാണോ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സമനില കിട്ടുന്ന പോലെ തോന്നി. വേദിക്ക് പക്ഷേ സന്തോഷമായിരുന്നു. വിക്രം അറിയേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി അറിഞ്ഞു വരുന്നുണ്ട്. ഇനി ഉറപ്പാ
തനിക്ക് വിക്രത്തെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം പതിവ് പോലെ വേദ കുറച്ച് നേരത്തെയാണ് കോടതിയിലേക്ക് പോയത്. അങ്ങനെ കോടതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേദ ഒരു പെയിൻറ് കടയിലേക്ക് പോയി. വേദയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടി തന്നെയായിരുന്നു വേദ ഇറങ്ങി തിരിച്ചേ. അങ്ങനെ പെയിൻറ് കടയിലേക്ക് പോയി അവിടുന്ന് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ആ പെയിൻറ് ചായപ്പിന് വേണ്ടിയിട്ടുള്ള. അപ്പം വിക്രത്തിൻ്റെ മുറിയൊക്കെ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക. ഒരു തവണ വിക്രം ഒരു മേസ്ത്രിയെ വിളിച്ചുകൊണ്ട് അതൊക്കെ നന്നാക്കാനും പെയിന്റ് അടിക്കാനൊക്കെ ശ്രമിച്ചതാ. പക്ഷെ മാഷ് സമ്മതിച്ചില്ല. അതൊരു സ്മാരകം പോലെ വേണമെന്ന് പറഞ്ഞു. മാഷിന് ദേഷ്യമായിരുന്നു. വിക്രം കാരണമാണ് താൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടേന്ന് ഓർത്തിട്ട്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ആരും പോയതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പെയിൻ്റൊക്കെ ആയിട്ട് വേദന ഓട്ടോറിക്ഷ വന്നിറങ്ങി. ഈ സമയത്ത് ശ്രീജ തുണിയൊക്കെ കഴുകി വിരിച്ചിടുമായിരുന്നു. വിശ്വം വീട്ടിലുണ്ടായിരുന്നു. മാഷും കമലയൊക്കെ തൊടിയിലായിരുന്നു. അപ്പോഴേക്കും ശ്രീജയെ വിളിച്ചു വേദ ശ്രീജയുടെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. അങ്ങനെ ശ്രീജ ഇറങ്ങിച്ചു. അതെ, ഈ പെയിൻ്റൊക്കെ അകത്തേക്കൊന്ന് കൊണ്ടുപോയി വെക്കുമെന്ന് ചോദിക്കുകയാണ്. പെയിൻറ്റ് ഇതെന്തിനാ? അതൊക്കെ പറയാം. അങ്ങനെ ഓട്ടോറിക്ഷ പൈസയൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി പെയിൻ്റൊക്കെ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. അല്ല വേദ ഇതെന്തിനാ? അപ്പം നമുക്ക് അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അല്ല, അതിന് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണ്ടേ? ഇത് മൊത്തം പൊടി പിടിച്ച്, അത് മാത്രമല്ല മൊത്തം കരിയും പൊടിയല്ലേ. അപ്പം ഇത് ക്ലീൻ ആക്കാതെ പറ്റില്ലോ. ഇത് ക്ലീൻ ആക്കി ഇതെല്ലാം പെയിൻ്റ് അടിക്കണം. അതിന് അച്ഛൻ സമ്മതിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വം അങ്ങോട്ട് വന്നു. സമ്മതിക്കും. ഇനി ഇപ്പം നമ്മൾ ആരുടെ സമ്മതം നോക്കണ്ട. ദേ ഇവിടെ വെച്ച് വേണം നമ്മുടെ ബിസിനസ് തുടങ്ങാൻ. ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ തുടങ്ങാം. വേറെ റൂം എടുത്ത് നമുക്ക് അതിനുള്ള ആസ്തിയും കാര്യങ്ങളും ഇപ്പോഴില്ല. ഇവിടുന്ന് ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ബിസിനസ്സൊക്കെ പടന്ന് പന്തലിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ റൂം എടുക്കാമെന്ന് പറഞ്ഞു. വിശ്വത്തിനും ശ്രീജയ്ക്ക് സമ്മതമായിരുന്നു. അല്ല, അച്ഛൻ വന്ന് എന്തേലും പറഞ്ഞാലോ? അച്ഛനോട് ഞാൻ സംസാരിച്ചോളാന്ന് വേദ പറഞ്ഞു. അപ്പോഴാണ് നന്ദിനി അങ്ങോട്ട് വരുന്നത്. കുഞ്ഞായമ്പത്തരത്തിന് ആശാത്തിയാണല്ലോ നന്ദിനി. നന്ദിനി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ വേദ പെയിൻ്റൊക്കെ? ഇതെന്തിനാ? ചായപ്പ് പെയിൻ്റ് അടിക്കാൻ. ചായപ്പ് പെയിൻ്റ് അടിക്കാനോ? നിനക്കെന്താ വേദ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ചായപ്പ് പെയിൻ്റ് അടിക്കാൻ വന്നിരിക്കുന്ന പോലും ഇത്ര തൊട്ട് പോരെന്ന് അച്ഛൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് ആരും പെയിൻ്റ് അടിക്കാതിരിക്കുന്നേ. അതെ, നന്ദിനി അടുത്ത് ഇതിനകത്ത് ഇടപെടണ്ട. ദേ വേദേ, നീ വെറുതെ എന്തിനാ ഈ പെയിൻറ് മേടിച്ച് പൈസ കളഞ്ഞേ? അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. നിന്റെ പൈസ പോയ തന്നെ അച്ഛൻ ഉറപ്പായിട്ടും ഇതിന് സമ്മതിക്കത്തില്ല. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നോക്കിയാളാം. നന്ദിനി അടുത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ചൂടോടുകൂടി അച്ഛനോട് ഈ കാര്യം പറയണം. ഈ സമയം വേദ പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. ദേ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വാ. നമുക്ക് ഇപ്പം തന്നെ ഈ മുറിയൊക്കെ ശരിയാക്കാൻ തുടങ്ങണം. എല്ലാം ഒന്ന് ക്ലീനാക്കി തുടച്ച് പെറുക്കിയിട്ട് വേണം പെയിൻ്റൊക്കെ അടിക്കാൻ തുടങ്ങാനായിട്ട്. അങ്ങനെ വേദ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു. വേദയും വിശ്വവും ശ്രീജയും കൂടെ അകത്തേക്ക് കയറി ആ പൊടിയൊക്കെ അങ്ങനെ തൂത്ത് വൃത്തിയാക്കി. കരിയൊക്കെ ഇങ്ങനെ എല്ലാം തൂത്ത് പെറുക്കി കളയണമല്ലോ, എങ്കിലല്ലേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് നന്ദിനി തൊടിയിലേക്ക് വന്നു. കമലയും മാഷുണ്ടായിരുന്നു അവിടെ. അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്ത് പരിപാടി ചെയ്യുന്നത്? അല്ല, ചായപ്പ് പെയിൻ്റ് അടിക്കുന്നതൊക്കെ. ചായപ്പ് പെയിൻ്റ് അടിക്കുന്നോ? എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് അറിയുമായിരുന്നേ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? കഴിഞ്ഞ ആഴ്ചയും കൂടെ വിനായേട്ടൻ പറഞ്ഞോളൂ, ആ ചായപ്പ് ഇങ്ങനെ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകത്തല്ലേ ഉള്ളൂ. വെറുതെ നാണക്കേടും അല്ലേ, വരുന്നവർ കാണത്തില്ലേ, അത് പെയിൻ്റ് അടിക്കാന്ന് അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ. അല്ലെങ്കിലും 5 പൈസ ഒന്നിനും വേണ്ടി മുടക്കാത്ത വിനായകനാണ് ചായപ്പ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. വെറുതെ ഒരു തള്ളങ്ങ് തള്ളിയതാ നന്ദിനി. അപ്പോഴേക്കും മാഷ് ചോദിച്ചു, ഇപ്പം ആരാ ചായപ്പ് പെയിൻ്റ് അടിക്കുന്നത്? അതെ, അവിടെ വേദ പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവർ ചായപ്പ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങുക. അച്ഛൻ്റെ ബാക്കിന് പുല്ല് വില കൊടുത്തിട്ടാ അവരവിടെ വൃത്തിയാക്കുന്നത്. സത്യമാണോ നീ പറയണേ? പിന്നെ അല്ലാതെ. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇവള് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. എന്നാ അമ്മ വന്ന് നോക്കാൻ പറയണ. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. മാഷിനെയും കമലയെ കൂട്ടിക്കൊണ്ട് നന്ദിനി വന്ന് കഴിയുമ്പോഴത്തേന് ശ്രീജയും വേദയും വിശ്വമൊക്കെ ചേർന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കുന്ന കാഴ്ച കണ്ടേ. ഈ സമയം മാഷ് അങ്ങ് വന്നിട്ട് ഇതെന്ത് പരിപാടി ഇവിടെ കാണിക്കുന്നേ? ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിശ്വത്തിനോടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് വേദ പറഞ്ഞു, അതെ വിശ്വനെ ചീത്ത പറയണ്ട, ഞാനാണ് പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഞാൻ പറഞ്ഞിട്ടാ അച്ഛാ ഇവരിതൊക്കെ ചെയ്യുന്നത്. എന്താ വേദ, നീ എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കണേ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി. ഇപ്പോൾ പുറത്ത് റൂം എടുത്ത് അത് ചെയ്യാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇവിടെ പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ ഇവിടെ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. നന്ദിനി പറഞ്ഞു, അച്ഛൻ്റെ വാക്കുകൾക്ക് പുല്ല് വില കൊടുത്തിട്ടാ ഇവളൊക്കെ ചെയ്യുന്നത്. പറ അച്ഛാ, ഇതെല്ലാം നിർത്തി വെക്കാനായിട്ട്. അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വേദ നന്ദിനിയോട് പറഞ്ഞു, നന്ദിനി അടുത്ത് മിണ്ടരുത്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പം എന്താണെങ്കിലും ഒരു റൂം എടുത്ത് വേറെ തുടങ്ങണമെങ്കിൽ കുറേ പൈസയാവും. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുവാണെങ്കിൽ ഇപ്പം നമുക്കൊക്കെ ആണെങ്കിലും എനിക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യാമല്ലോ. എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയല്ലേ.
കമൽ പറഞ്ഞു, അത് ശരിയാ മാഷേ, ഞാനും ഇവിടെ ഇരിക്കുമല്ലേ, എനിക്കും കൂടാലോ, ശ്രീജയുടെ വിശ്വത്തിൻ്റെ കൂടെ പായിക്കാനും മറ്റുമായിട്ട് കൂടാലോ എന്നൊക്കെ പറയണം. നന്ദിനി പറഞ്ഞു, ഇതൊന്നും ശരിയാകത്തില്ലമ്മേ, ഒന്നും ശരിയാകത്തില്ലെന്ന് പറയണം. ആ സമയത്ത് വേദ പറഞ്ഞു, അച്ഛൻ എന്താണ് ഇത് സ്മാരകം പോലെ ഇടേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം വിക്രം ചെയ്ത തെറ്റിൻ്റെ പേരിലല്ലേ ഇത് സ്മാരകം പോലെ ഇടുവാന്ന് പറഞ്ഞേ. പക്ഷേ വിക്രം തെറ്റ് ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ ഇതിങ്ങനെ ഇടുന്നതെന്ന് ചോദിക്കണം. ഇത് കേട്ട് ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടലോടൊരു മാഷി വെച്ചു. നീ എന്താ വേദ പറഞ്ഞേ? അതേ അച്ഛാന്ന് പറയണം. ഇത് ഇങ്ങനെ ഇടേണ്ട കാര്യമില്ല, തെറ്റ് ചെയ്യാത്തവർക്ക് എന്തിനാ അച്ഛാ ശിക്ഷ കൊടുക്കണമെന്ന് ചോദിക്കണം. ഇതെല്ലാം കേട്ടപ്പോൾ കമലയ്ക്കും മാഷിനൊന്നും മനസ്സിലായില്ല. വേദ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല വേദ ഇങ്ങനെയൊക്കെ പറയണേ, അതെന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ള കാര്യം നന്ദിനിക്കും മനസ്സിലായില്ല. പക്ഷേ മാഷിനൊരു എതിരഭിപ്രായം ഇല്ലായിരുന്നു. വേദ ഒരു നല്ല കാര്യം ചെയ്യുന്നേ, നല്ല കാര്യം ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിച്ചല്ലേ മതിയാവുള്ളൂ. നന്ദിനി ഓർത്തോണ്ടിരുന്നേ മാഷ് ഇപ്പം പെയിൻ്റൊക്കെ എടുത്ത് എറിഞ്ഞു കളയും, തൻ്റെ വാക്കിനെ ധിക്കരിച്ചാനൊക്കെ വെറുതെ ആയിരുന്നു. ഒടുവിൽ മാഷ് അനുമതി കൊടുക്കുന്നുണ്ട് അത് ചെയ്യാനായിട്ട്. ഒരു പക്ഷേ ഇനിയിപ്പോൾ വേദ എപ്പോഴാണ് പറയണമെന്ന് അറിയത്തില്ല, വിക്രമല്ല തെറ്റ് ചെയ്തേ, വിനായകനെ തെറ്റ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.